ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഈശോയുടെ ശുശ്രൂഷയിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഈശോ ഞാൻ ജീവൻ്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നൊക്കെ ആൾക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞ് ആളുകൾ ഈശോയെ വിട്ട് പുറകോട്ട് പോകാൻ തുടങ്ങി. ജനക്കൂട്ടം ഇങ്ങനെ ഈശോയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്ന സ്നേഹിതരായ അപ്പസ്തലന്മാരെ നോക്കിയിട്ട് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. വളരെ ഹൃദയഭേദകമാണ് ഈശോയുടെ വാക്കുകൾ. ഈശോയും വിഷമിച്ചാണിത് പറയുന്നതെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ പത്രോസ് ഉടനെ തന്നെ ഈശോയോട് പറയുന്നൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? പത്രോസ് ഈശോയോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. പ്രിയമുള്ളവരെ, വളരെ സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളിയായ, വിദ്യാഭ്യാസം വളരെ കുറച്ച് മാത്രമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. പക്ഷേ ദൈവശാസ്ത്രപരമായി വളരെ ആഴമുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവിനെ നോക്കി ഈ നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട് എന്നൊക്കെ പറയാൻ പത്രോസിന് സാധിച്ചതെന്ന് ചോദിച്ചാൽ, അത് ഒന്നാമത് പിതാവായ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തുന്നതാണ് ഈ രഹസ്യങ്ങളെന്ന് ഈശോ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പത്രോസിന്റെ വ്യക്തിപരമായ അനുഭവം ഒന്ന് നോക്കണം. പത്രോസിന്റെ ജീവിതത്തിൽ ഈശോ പത്രോസുമായി കണ്ടുമുട്ടുന്ന ഒരു മനോഹരമായ സംഭവം ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി പത്രോസ് തൻ്റെ വള്ളം പ്രസംഗിക്കാനായി വിട്ടുകൊടുത്തു കഴിയുമ്പോൾ വള്ളത്തിൽ കയറി നിന്ന് ഈശോ അവിടെ വന്ന സകല മനുഷ്യരോട് പ്രസംഗിച്ചതിന് ശേഷം ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീൻ കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന പത്രോസാണ്. പക്ഷേ ഈശോ വചനമൊക്കെ പറഞ്ഞതിന് ശേഷം പത്രോസിനോട് പ്രത്യേകമായിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, ആഴത്തിലേക്ക് മാറ്റി നീ വലയിറക്കുക. അപ്പം ഈശോയുടെ ഈ ശക്തമായ വാക്കുകൾ കേട്ടിട്ട് വളരെ മത്സ്യബന്ധന രംഗത്ത് വളരെയധികം പ്രാവീണ്യമുള്ള പത്രോസ് തച്ചനായ യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അദ്ദേഹത്തോടുള്ള ബഹുമാന നിമിത്തം, അദ്ദേഹം പറഞ്ഞ വചനങ്ങൾ കേട്ടിട്ട് അതിൽ തോന്നിയ ഒരു ബഹുമാന നിമിത്തം ഗുരുവിനെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി പറഞ്ഞതനുസരിക്കുകയാണ്. എന്നാൽ ഈ വലിയ ജ്ഞാനമുള്ള, കടലുമായി ബന്ധപ്പെട്ട് ആഴമായ പരിജ്ഞാനമുള്ള, മത്സ്യബന്ധനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും ഇല്ല എന്ന അനുഭവവും കൂടെയുള്ള പത്രോസ് അവൻ്റെ കണ്ണുകൾ തുറന്നു പോകുമാറ്, അന്തം വിടുമാറ് അത്ഭുതം കാണുകയാണ്. ധാരാളം മത്സ്യം അവർക്ക് ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, പത്രോസ് കണ്ടൊരു കാര്യം, യേശുവിൻ്റെ വചനം ആ കടലിൻ്റെ മീതെ, കടൽപ്പുറത്ത് അതിശക്തമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് യേശു പത്രോസിനോട് പറഞ്ഞ ഒരു വചനമാണ്, നീ ഇങ്ങനെ വലയിറക്കുക എന്ന്. ആ വചനം പത്രോസ് കേട്ട നിമിഷം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും സംഭവിക്കാതിരുന്ന ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുകയാണ്. വീണ്ടും പത്രോസ് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുന്നത്, ഒന്ന്, പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് ഈശോ വീട്ടിൽ വരുന്നു. ആ സമയത്ത് നമ്മളവിടെ കാണുകയാണ്, അവൻ വചനം അയച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കി. ഈശോ ഒരു വചനം ഇങ്ങനെ പറയും, അശുദ്ധാത്മാക്കളെല്ലാം ഓടിക്കളയും. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി പത്രോസ് അവിടെ കണ്ടതാണ്. ജീവൻ നഷ്ടപ്പെട്ട, ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് യേശുവിൻ്റെ വചനത്താൽ ആളുകളും വ്യക്തികളും സമൂഹങ്ങളും തിരിച്ചു വരുന്നത് പത്രോസ് കാണുകയാണ്. വീണ്ടും പത്രോസ് യേശുവിനോടൊപ്പം കടലിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് വഞ്ചി മുങ്ങുന്ന പൊക്കത്തിൽ തിരമാലകൾ ഉയർന്നു വന്നപ്പോൾ ഇവരെല്ലാവരും ഭയന്ന് കടലിനോട് മല്ലടിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് പോലും പേടിയുണ്ടായിട്ട് അവർ തച്ചനായ യേശുവിനെ വിളിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ മരിക്കുന്നു, ഞങ്ങൾ നശിക്കുന്നു. ഉടനെ യേശു എഴുന്നേറ്റ് ഈ തിരമാലയെ, കാറ്റിനെ നോക്കി ശക്തമായ തൻ്റെ വചനം അയക്കുകയാണ്.
ശാസിക്കുകയാണ്. ഉടനെ കാറ്റും തിരമാലയും അടങ്ങുന്നു. ഇതെല്ലാം കണ്ട പത്രോസിന് യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ, വചനത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ലാസറെ പുറത്തു വരിക എന്ന് യേശു പറയുമ്പോൾ ലാസർ പുറത്തു വരുന്നു, മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വാക്കിൻ്റെ അത്ഭുതകരമായ വിടുതൽ ശക്തി നേരിട്ടറിയാവുന്ന പത്രോസ് യേശുവിനോട് ഈ വാചകം പറഞ്ഞതിൽ അത്ഭുതമുണ്ടോ? ഇതാണ് വചനത്തിൻ്റെ ശക്തി. ഈ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നൊരു കാഴ്ച, ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടായിരുന്നു, പ്രസന്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ പലരുടെയും ജീവിതത്തിൽ കാണുന്നത് പോലെ നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ, കൂദാശകളിലൂടെ നേടിയ പരിശുദ്ധാത്മ ചൈതന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമേറിയ തലങ്ങളിൽ അതിൻ്റെ മീതെ അന്ധകാരം വ്യാപിച്ചിരിക്കുന്നതാണ്. പത്രോസ് ഈ ഭാഗം വായിച്ചിട്ടുണ്ടാകണം. പത്രോസിനറിയാം ഈ വചനമായ യേശു തന്നെയാണ് ഇപ്പോൾ ഇവിടെ മാംസം ധരിച്ചിരിക്കുന്നത്. പത്രോസ് നോക്കുമ്പോൾ, നമ്മളിത് വായിക്കുമ്പോഴും നമുക്ക് വെളിപ്പെടുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു, പിതാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ പിതാവിൽ നിന്ന് പുറപ്പെട്ട ശക്തിയുള്ള അത്ഭുതകരമായ യേശുവാകുന്ന ആ വചനം അവിടെ കടന്നു വന്നപ്പോൾ ആ അന്ധകാരത്തിൻ്റെ മീതെ ആ വചനവും ദൈവത്തിൻ്റെ ആത്മശക്തിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച അത്ഭുതകരമായ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലെ ആഴമേറിയ തലങ്ങളിൽ അന്ധകാരം വ്യാപിച്ചിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ വചനത്തെ അതിൻ്റെ മീതെ ഉപയോഗിക്കുമ്പോഴാണ്. നമ്മളുടെ ആഴമേറിയ ജീവിത വശങ്ങളുടെ മേൽ, ആത്മീയ തലങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വചനം ശക്തമായി ഉപയോഗിക്കുമ്പോഴാണ് അത്ഭുതകരമായ പ്രകാശം അവിടെ പരക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ആ വചനത്തെ ദൈവത്തിൻ്റെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകുവാനായ, അഭിഷേകമായി തീരുവാനുള്ള വചനത്തെ നമ്മൾ അയക്കുമ്പോൾ ആത്മാവ് ശക്തമായ വചനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ചെറുപ്പക്കാരൻ ഒരു നാട്ടിലുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരനെ ചെറുപ്പം തൊട്ട് തന്നെ ആളുകൾ അവൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട്, നീ ഒരു മണ്ടനാണ്, മഠയനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു പറച്ചിൽ കേട്ട് ഈ ചെറുപ്പക്കാരൻ വളർന്നു വന്നത്, ഞാനൊരു മണ്ടനാണ്, മഠയനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, ഈ നാട്ടിലെ ആർക്കും വേണ്ടാത്തവനാണ്, ഇങ്ങനത്തെ ചിന്തയിലാണ്. അതുകൊണ്ട് ഏത് സാഹചര്യം വന്നാലും മറ്റുള്ളവരൊക്കെ പലതും ചെയ്യാൻ മുന്നോട്ട് വരുമ്പോഴും ഇവൻ ഏറ്റവും പുറകിലായിരിക്കും. ഇവൻ കഴിവുള്ളവനാണെന്ന് ആരും അംഗീകരിച്ചില്ല. ഇത് പറയുന്ന ആളുകളുടെ വാക്കുകളൊക്കെ അവൻ അംഗീകരിക്കുന്നത് പോലെ അവൻ സ്വയം താണു. അവനൊരു ബിലോ ആവറേജ് വ്യക്തിത്വമായി ആ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കഥയാണ്. ലോകത്തിൽ ഏറ്റവും പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റ് ആ നാട്ടിൽ വരികയാണ്. ഈ സൈക്കോളജിസ്റ്റ് അവിടെ വന്നിട്ട് അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഒരു സൗജന്യമായ ഒരു ടെസ്റ്റ് നടത്തുകയാണ്. മനഃശാസ്ത്രപരമായും വ്യക്തിത്വവും ഒക്കെ അളക്കുന്ന ഒരു ടെസ്റ്റ്. ഈ ടെസ്റ്റ് അറിയാം, ശാസ്ത്രീയമാണ്, നമുക്കറിയാം. സൈക്കോളജിസ്റ്റ് അവിടെയുള്ള 100 ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി നടത്തുമ്പോൾ അതിൽ ഈ ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരനുമുണ്ട്. 100 ചെറുപ്പക്കാരും കഴിഞ്ഞിട്ട്, കാരണം ഈ ചെറുപ്പക്കാരൻ്റെ ആത്മവിശ്വാസക്കുറവ് കാരണം അദ്ദേഹം ഏറ്റവും അവസാനമാണ് നിന്നത്. ഏറ്റവും അവസാനം ഇയാൾ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് വരികയും അദ്ദേഹം പറഞ്ഞ ടെസ്റ്റുകളിലൂടെയൊക്കെ കടന്നു പോവുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മനഃശാസ്ത്രജ്ഞനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അദ്ദേഹം നടത്തുകയാണ്. നടത്തുമ്പോൾ ഈ മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഇവിടെ ചെറുപ്പക്കാരാ, താൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ചെറുപ്പക്കാരൻ അത്ഭുതത്തോടെ
ഈ മനഃശാസ്ത്രജ്ഞൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എടോ, ഞാനിവിടെ പരിശോധിച്ച ഈ 100 ചെറുപ്പക്കാരിൽ, അത് മാത്രമല്ല ഈ ലോകത്തിലെ നിരവധി കഴിവുള്ള ചെറുപ്പക്കാരെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ അവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ ടെസ്റ്റുകളിലൂടെയൊക്കെ അവരെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. ക്രിക്കറ്റ് താരങ്ങൾ, വലിയ ഉന്നത വിജയം നേടിയ വ്യക്തികൾ, വലിയ വലിയ കമ്പനികൾ നടത്തുന്നവർ. പക്ഷേ എനിക്ക് തന്നോട് പറയാനുള്ളൊരു കാര്യം, ലോകത്തിലെ ഒന്നാം കിട വ്യക്തികളോട് പോരടിക്കാൻ പോരുന്ന കഴിവുകൾ തൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുകയാണ്. തനിക്ക് അസാധാരണമായ ബുദ്ധിവൈഭവമുണ്ട്, അസാധാരണമായ പ്രതിഭ തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. എടോ, താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇച്ഛാഭംഗം വന്ന ഒരു വ്യക്തിയെപ്പോലെ വിഷണ്ണനായി കാണപ്പെടുന്നത്? എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല. തന്നെപ്പോലൊരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ആയിരിക്കാൻ പാടില്ല. എഴുന്നേൽക്കുക. തനിക്ക് തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായി ഈ ലോകത്തിലെ ഉയർന്ന വ്യക്തിത്വങ്ങളിലൊന്നായി, പ്രസിദ്ധിയുള്ള വ്യക്തിത്വങ്ങളിലൊന്നായി, ഈ ലോകത്തിലെ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിലൊന്നായി മാറുവാൻ കഴിയും. അനേകർ തന്നെ നോക്കി തൻ്റെ ജീവിതം തങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പിൻചെല്ലുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന രീതിയിൽ താൻ വളരും. ഒരു അത്ഭുത പ്രതിഭയാണ് താങ്കൾ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇങ്ങനെ ഈ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അയാൾ ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അസാധാരണമായ ഒരു ഊർജത്തോടെ ആയിരിക്കും. അറിയാം, ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇവനോട് പണ്ട് പറഞ്ഞിട്ടുള്ള, ഇവനെ താഴ്ത്തിക്കെട്ടിയിട്ടുള്ള സകല വാക്കുകളുടെയും ശക്തി അപ്പോൾ അവസാനിക്കുകയാണ്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ അസാധാരണമായ മികവുറ്റ പരീക്ഷണങ്ങൾക്കു ശേഷം അദ്ദേഹം നൽകുന്ന ഒരു അത്ഭുതകരമായ വാചകത്തിന്, നീ അസാധാരണ പ്രതിഭയാണെന്നുള്ള വാചകത്തിന് ഇവന് വിശ്വാസം ജനിക്കുകയാണ്. അഥവാ ഈ വാചകത്തിന് ഇവനെ വിശ്വസിപ്പിക്കുവാൻ സാധിക്കുകയാണ് അവൻ്റെ കഴിവിനെ കുറിച്ച്. അതുവരെ നൂറുകണക്കിന് ആളുകൾ അവൻ്റെ മനസ്സിൽ പറഞ്ഞു വെച്ചിരുന്ന സകല വാക്കുകളുടെയും മുന അപ്പോൾ ഒടിയുകയാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനേക്കാൾ കഴിവുള്ളവരായി അവൻ കണ്ടിരുന്ന ബാക്കി 99 പേരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഊർജം നിറയുകയാണ്. ഞാൻ ഇവരെക്കാളും ശക്തിയുള്ള, എഫിഷ്യൻസിയുള്ള, കൃപകൾ നിറഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാൻ ഇവരെക്കാളും ഉയർന്ന നിലയിലേക്ക് വരേണ്ടതാണ്. അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നത് സിനിമകളിലൊക്കെ ഹീറോ നടന്നു പോകുന്നത് പോലെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതിൻ്റെ കാരണം കേവലം ഒരു മനഃശാസ്ത്രജ്ഞന്റെ വാക്കുകൾക്ക്, കേവലം ഒരു അധ്യാപകന്റെ വാക്കുകൾക്ക്, കേവലം ഒരു സാധാരണ വ്യക്തിയുടെ വാക്കുകൾക്ക് ഒരു മനുഷ്യനിൽ അസാധാരണമായ ഊർജം പകരാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഒരു സ്റ്റേജിന് ചുറ്റും അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിന് ചുറ്റും ഇരുന്നു കൊണ്ട് ഉച്ചത്തിൽ വളരെയധികം ശക്തിയോടും വികാരത്തോടും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ടീമിന് വിജയസാധ്യത കൂടുതലാണ്. കാരണം ഇവരുടെ സപ്പോർട്ട് ഒരു ടീമിൻ്റെ കൂടെയാകുമ്പോൾ ആ ടീമിന് ഊർജം വർദ്ധിക്കും. തങ്ങളുടെ കൂടെ അല്ല എന്നറിയുമ്പോൾ മറ്റേ ടീമിൻ്റെ ഊർജം കുറയും. മനുഷ്യർക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വാക്കുകൾ കൊണ്ട് മനുഷ്യനെ ഉത്തേജിപ്പിക്കാനും വാക്കുകൾ കൊണ്ട് മനുഷ്യനെ തകർക്കാനും പറ്റും. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഏതൊരു സാധാരണക്കാരനെയും ഉത്തേജിപ്പിക്കുവാനും ഉയർത്തുവാനും കഴിവുള്ള വാക്കുകൾ പറഞ്ഞ ഒരാളുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, അവൻ്റെ വചനമാണ് പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ നമ്മൾ കാണുന്നത്, നമ്മൾ പരിചയപ്പെടുന്ന വചനം. അതിനാൽ തന്നെ യേശുവാണ്. കേവലം ഒരു സാധാരണക്കാരൻ്റെ വാക്കുകൾക്ക് ചെറുപ്പക്കാരെയും മനുഷ്യരെയും സ്വാധീനിക്കാനാകുമെന്ന് നമ്മളിപ്പോൾ കണ്ടുവെങ്കിൽ, ദൈവമായ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ കഴിവുകളെ കൃത്യമായി മനസ്സിലാക്കാനും പറയുവാനും കഴിവുള്ള, മനുഷ്യന് ആവശ്യമായ കഴിവ് അപ്പോൾ നൽകാൻ കഴിവുള്ള ശക്തനായ ഒരു ദൈവം പറയുന്ന വാക്കുകൾക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എത്രയധികമായി സ്വാധീനിക്കാൻ സാധിക്കും. ഓർമ്മിക്കുക, നമ്മൾ ആയിരിക്കുന്നത് മറ്റുള്ള അനേകർ നമ്മളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളുടെ മുകളിലാണ്. നമ്മൾ ജീവിക്കുന്നത് അത്തരമൊരു മഹാസമുദ്രത്തിൻ്റെ മുകളിലാണ്. അവിടെ കിടന്നുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടാത്തത്. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ഈ ലോകത്തിലെ മനുഷ്യർ പറയുന്നതെല്ലാം എപ്പോഴും ശരിയാകണമെന്നില്ല. പലപ്പോഴും നമ്മളുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കണമെന്ന് ആളുകൾ പറയുന്നുണ്ട്. അവർക്ക് നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് എങ്ങനെ അറിയാം? നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അറിയാവുന്നത് നമ്മളുടെ കർത്താവിനാണ്. അവൻ തൻ്റെ തിരുവചനത്തിലൂടെയാണ് നമുക്കത് വെളിപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ജനിച്ച നാൾ മുതൽ മനുഷ്യരായ മനുഷ്യരൊക്കെ, ദൈവത്തെ അറിയാത്തവരൊക്കെ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരൊക്കെ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞ വാക്കുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വരുന്നത് കണ്ട് അതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ്
ശ്രമിക്കുകയാണ് നമ്മൾ. പ്രിയമുള്ളവരെ, ആ വാക്കുകളുടെ മുകളിലാണ് നമ്മളുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അവിടെ അധ്വാനിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. എന്നാൽ ഈ വാക്കുകളെ നിർവീര്യമാക്കാൻ കഴിവുള്ള, ഈ വാക്കുകളുടെ മുകളിൽ കടന്നു വന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള അത്ഭുതകരമായ വാക്ക് പറയാവുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശുവെന്നാണ്. അവൻ്റെ വാക്കുകൾ കേൾക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ സമയം ചെലവഴിക്കാത്തത്? അവൻ്റെ വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പണിതുയർത്താൻ എന്തുകൊണ്ടാണ് നമ്മൾ ശ്രമിക്കാത്തത്? പ്രിയമുള്ളവരെ, അങ്ങനെ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലങ്ങളിൽ സമാധാനം കൊയ്തെടുക്കാൻ പറ്റാത്തത്, വിജയം കൊയ്തെടുക്കാൻ പറ്റാത്തത്. ഒരു ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് ആത്മീയമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനാവുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ എന്നെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെട്ട വ്യക്തിയാണ്, കൂദാശ ജീവിതമുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഉണർവോടുകൂടി, ഒരു വെളിച്ചത്തോടു കൂടി മുന്നേറാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, താങ്കൾ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കാമോ? താങ്കൾ ദൈവത്തിൻ്റെ ഊർജം പകരുന്ന വാക്കുകൾ, ഒന്നുമില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാസിക്കുന്ന വാക്കുകൾക്ക് പോലും ഒരു ഊർജ്ജമുണ്ടെന്നാണ് പറയുന്നത്. ദൈവം നമ്മളെ വഴക്ക് പറഞ്ഞാലും അതിനകത്തൊരു ഊർജ്ജമുണ്ട്, അത് ചെയ്യിക്കാതിരിക്കാനുള്ള ഊർജ്ജം. ആ തെറ്റാണെന്ന് ദൈവം പറയുന്നത് കേട്ടാൽ ആ തെറ്റ് പിന്നെ ചെയ്യാൻ തോന്നാത്ത വിധത്തിൽ അതിനകത്തൊരു ഊർജ്ജം നമുക്കുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വഴക്കാകട്ടെ, ദൈവത്തിൻ്റെ പ്രോത്സാഹനമാകട്ടെ, ബൈബിളിൽ നീ കാണുന്ന ഏത് വചനമാണെങ്കിലും നിന്നെ സ്പർശിക്കുന്ന വചനങ്ങൾ, ഉണർത്താൻ പാകമായ വചനങ്ങൾ, ജ്ഞാനം പകരുന്ന വചനങ്ങൾ എടുത്തു വെച്ചിട്ട് നീ അത് കാണാതെ പഠിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു വചനമോ 5 വചനമോ നീ ഒന്ന് കാണാതെ പഠിക്കുക. അതെല്ലാ ദിവസവും നിന്നോട് തന്നെ പറയുക. ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാവൂ. അങ്ങനെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ വചനം ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയ ഊർജം ഇങ്ങനെ നിറയുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് യുവജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഈ മനഃശാസ്ത്രത്തിലൊക്കെ താല്പര്യമുള്ള ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഈ വചനമൊക്കെ പഠിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് വ്യക്തിത്വം വികസിക്കുന്നത്? അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം ഇതാണ്. അതായത്, നമ്മൾ വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഈ വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ നടത്തുമ്പോൾ നമ്മൾ പറയുന്നത് യേശുവിൻ്റെ കഥകളൊന്നുമല്ല. നമ്മൾ പറയും നെപ്പോളിയൻ ഇങ്ങനെ പറഞ്ഞു, അതുപോലെ നമ്മൾ പറയും അലക്സാണ്ടർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ലേ സഹോദര? അതെ, അങ്ങനെയാണല്ലോ മറ്റ് മനുഷ്യർ പറഞ്ഞ പല വാക്കുകളും പറഞ്ഞ് നമ്മൾ ഈ ചെറുപ്പക്കാരെ മുഴുവൻ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത്, നമ്മൾ കാണേണ്ടത് പിശാചിൻ്റെ ഒരു കെണിയാണ്. ഇത് നല്ലതാണ്, മറ്റു നല്ല വിജയികളായ മനുഷ്യരുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും അതിലൊരു താല്പര്യം ഉണ്ടാകുന്നതും നല്ലതാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിൻ്റെ പേരാണ് സെമിനാർ. അങ്ങനെയാണല്ലോ വിളിക്കുക, ശില്പശാല, വ്യക്തിത്വ വികസന ശില്പശാല. ഇങ്ങനെ വ്യക്തിത്വ വികസന ശില്പശാലയിൽ പോയി ആളുകളുടെ വാക്കുകൾ കേട്ട്, കൊട്ടേഷനുകൾ കേട്ട്, പുസ്തകങ്ങളുടെ പേര് പഠിച്ച്, അതിനകത്ത് മഹാന്മാർ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച്, മഹാന്മാർ അച്ചീവ് ചെയ്ത കഥകൾ പഠിച്ച്, ഒക്കെ നല്ലതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഉണർവ് കിട്ടും, അത് വളരെ ശരിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗംഭീരം, വളരെ മനോഹരം, ഇതാണ് ഈ ലോകത്തിന് വേണ്ടത്. അങ്ങനെ കേവലം സാധാരണ മനുഷ്യരുടെ അനേകം വാക്കുകൾക്ക് ചെറുപ്പക്കാരുടെ വാക്കുകളെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് സെമിനാറുകളും മറ്റും നമ്മൾ നടത്തുമ്പോൾ തന്നെ ഈ ലോകത്തിൽ ഏറ്റവും അധികം ആളുകളെയും ഏറ്റവും അധികം അജയ്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയും മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ശക്തനും ധീരനുമായ അത്ഭുത വ്യക്തിത്വമായ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ അഥവാ അവൻ്റെ വചനങ്ങൾ ഉള്ള ബൈബിൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു സെമിനാറിനേക്കാൾ, ഈ ലോകത്തിലെ ഏതൊരു വലിയ സെമിനാറിനേക്കാളും മഹത്വമേറിയ കാര്യമാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒരു അന്ധകാരം പിശാച് നമ്മളുടെ മേൽ വെക്കാറുണ്ട്. യേശുവിൻ്റെ വാക്കുകൾ ഈ ലോകത്തിലെ ഏതൊരു സയൻറ്റിസ്റ്റിൻ്റെ അനുഭവങ്ങൾ പറയുന്നതിനേക്കാളും, യേശുവിൻ്റെ വാക്കുകൾ ഈ ലോകത്തിലെ ഏതൊരു കായികാഭ്യാസിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും, യേശുവിൻ്റെ ജീവിതം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്ര നായകന്മാരുടെ ജീവിതം പറയുന്നതിനേക്കാളും, ചരിത്രത്തെ വിഭജിച്ചവനും ലോകത്തിൽ ഏറ്റവും അധികം ആളുകളെ തൻ്റെ അനുയായികളാക്കിയിട്ടുള്ളവനും ഏറ്റവും അധികം നേതൃത്വങ്ങൾക്ക് കാരണമായിട്ടുള്ളവനുമായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് എല്ലാവരെയും മാറ്റുവാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പോലും ആകാത്ത വിധത്തിൽ ഒരു തമസ് നമ്മളെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ തമസിൽ ഒരു പ്രകാശം കടന്നു വരട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാക്കുകൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇതുപോലെ ഈ മനുഷ്യൻ്റെ അനുഭവം പറഞ്ഞിട്ട് ഒരു 100 വചനങ്ങൾ പഠിക്കുവാൻ പറഞ്ഞു. ഈ 100 വചനങ്ങൾ ഇവൾ കാണാതെ പഠിച്ചു കഴിഞ്ഞപ്പോൾ, 100 വചനങ്ങൾ മുഴുവൻ ഇവൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ വചനങ്ങൾ അവളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ? അതുവരെ അവൾക്ക് അസാധാരണമായ ഒരു ഭയം ഉണ്ടായിരുന്നു.
ഒരു ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കാൻ ഭയം, ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ ഭയം, ആ ദുസ്വപ്നങ്ങൾ കാണുക. എന്നാൽ ഈ 100 വചനം പഠിച്ചതിന് ശേഷം അവളുടെ ഉള്ളിൽ നിന്ന് ഈ ഭയമേ മാറിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു അന്ധകാരമുണ്ടെങ്കിൽ, നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും നമുക്കവിടെ ഒരു ഫലം കിട്ടുന്നില്ലെങ്കിൽ, അതിനെ കീഴടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതിൻ്റെ മീതെ വ്യാപരിക്കാനുള്ളൊരു വചനം വരാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഭയം ആണോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? ജീവിതത്തിൽ സാമ്പത്തികമായ തകർച്ചയാണോ? നിങ്ങൾക്ക് ആത്മീയമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണോ? പാപത്തിൻ്റെ വലിയ ബന്ധനങ്ങളാണോ? പ്രിയമുള്ളവരെ, ഏതു സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തെ തകർക്കാൻ പറ്റിയ ഊർജമുള്ള ക്രിസ്തുവിൻ്റെ വചനങ്ങളുണ്ട്. ഈ വചനങ്ങൾ ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. മൊത്തത്തിൽ കണ്ടുപിടിച്ച് ആ വചനങ്ങൾ ആഴമായി പഠിക്കുക, അതിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അതിൻ്റെ അർത്ഥം ധ്യാനിക്കുകയും ചെയ്യുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ആ വചനം മനസ്സിൽ ഉരുവിടുക. ആ വചനം നിങ്ങളുടെ അന്ധകാരത്തിൻ്റെ മേൽ പ്രകാശം വിതയ്ക്കും. ഒരു കാര്യം അറിയാമോ? നമുക്ക് വചനം കുടിക്കുകയും ചെയ്യാം, വചനത്തിൽ കുളിക്കുകയും ചെയ്യാം. യേശു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. അതായത് ബൈബിള് ആദ്യം മുതൽ ഇങ്ങോട്ട് വായിക്കുന്നത്, മുഴുവൻ വായിക്കുന്നത്, ഒരുപാട് പാരഗ്രാഫുകൾ ഒരുമിച്ച് വായിക്കുന്നത്, ആ കഥയും വാക്കുകളും ഒക്കെ കേൾക്കുന്നത്, അത് കുളിക്കുന്നൊരു അനുഭവം പോലെയാണ്. അത് വെള്ളം മുഴുവൻ കോരി നമ്മുടെ പുറത്തേക്ക് ഒഴിക്കുന്നത് പോലെയാണ്. എന്നാൽ വചനം കുടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു കൊച്ചു ഗ്ലാസ്സിലെടുത്ത് കുടിക്കുന്നത് പോലെ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനം എടുക്കണം. എന്നിട്ട് അതിങ്ങനെ മൊത്തി കുടിക്കണം. ഓരോ പ്രാവശ്യവും അത് പറയുമ്പോൾ അതെന്താണെന്ന് അറിഞ്ഞ് ഉള്ളിലേക്ക് വരണം. ഓരോ പ്രാവശ്യവും അത് പറയണം. അത് പറയുമ്പോൾ എന്താണെന്ന് അറിഞ്ഞ് ഉള്ളിലേക്ക് വരണം. ഉന്മേഷം ഉള്ളിൽ നിറയുന്നത് വരെ, ദാഹം തീരുന്നത് വരെയും അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, ഒരു ഉണർവ് നിങ്ങളുടെ ഉള്ളിൽ വരും. ഒരു ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ, എനർജി ഡ്രിങ്ക് കുടിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ വചനം കുടിക്കുന്ന, പാനം ചെയ്യുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഏറ്റവും എനർജി പകർന്നിട്ടുള്ള, അനേകരെ ഉന്മേഷഭരിതരാക്കിയിട്ടുള്ള കർത്താവിൻ്റെ വചനത്തിന് സാധാരണക്കാരനായ നിന്നെ ഉന്മേഷഭരിതരാക്കാൻ പറ്റത്തില്ലെന്ന് നീ വിചാരിക്കുന്നുവോ? ദാവീദ് ഈ വചനം കേട്ട് ശക്തി പ്രാപിച്ചാണ് യുദ്ധങ്ങൾ ചെയ്ത് കീഴടക്കിയതെങ്കിൽ, രാജാവായി തീർന്നതെങ്കിൽ, അവൻ്റെ ഭരണം നേട്ടമുള്ളതാക്കി മാറ്റിയതെങ്കിൽ, ഈ ലോകത്തിൽ അപ്പസ്തലന്മാർ 12 പേരും ഈ ലോകം മുഴുവൻ പോയി അത്ഭുതകരമായ നേട്ടങ്ങൾ കൊയ്തെങ്കിൽ, ഈ ലോകം മുഴുവൻ നടക്കുന്ന വചനപ്രഘോഷണങ്ങളിൽ അനേകർ മാനസാന്തരപ്പെടുന്നെങ്കിൽ, അനേക കുടുംബങ്ങളിൽ സമാധാനങ്ങൾ വരുന്നെങ്കിൽ, നിന്റെ ഈ ഭവനത്തിൽ, നിന്റെ ഈ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരാൻ ഈ വചനത്തിന് അതുപോലെ തന്നെ സാധിക്കും. അവിടെ പറഞ്ഞ വചനം തന്നെയാണ് നിന്റെ വീട്ടിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത്. ഈ പുസ്തകം എടുത്ത് തുറക്കുക, നിന്റെ വചനം നീ കണ്ടെത്തുക, അത് നീ വായിക്കുക, ധ്യാനിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ ദൈവമേ, ഇതാ ഈ വചനമാകുന്ന അത്ഭുതകരമായ അങ്ങയുടെ ആഴമേറിയ ആ കൃപാ കടാക്ഷത്തെ ഞാൻ ഇന്നേ വരെ അങ്ങോട്ട് നോക്കിയിട്ടില്ലല്ലോ. കർത്താവെ, ആഴമേറിയ വചന പഠനം ഞാൻ ഇന്നേ വരെ നടത്തിയിട്ടില്ലല്ലോ. കർത്താവെ, ഞാനിപ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കുന്നു. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിൻ്റെ ഒരു വചനമുണ്ട്. നീ എൻ്റെ അടുക്കൽ വന്നാൽ പറയാൻ പോകുന്നൊരു വചനം, ആ വചനം ബൈബിളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. കർത്താവെ, അത് മൊത്തി കുടിക്കുവാൻ, ദൈവമേ, എൻ്റെ ശരീരം മുഴുവൻ അശുദ്ധി ഉണ്ടാകാം. ഈ അശുദ്ധിയെ കഴുകിക്കളയാൻ പോകുന്ന വചനം നിന്റെ ബൈബിളിൽ മൊത്തമായുണ്ട്. അത് മൊത്തമായി എൻ്റെ ദേഹത്തേക്ക് ഒഴിച്ച് എന്നെ തന്നെ കഴുകി വൃത്തിയാക്കുവാൻ, വചനത്താൽ നിറയുവാൻ, വചനത്താൽ കഴുകപ്പെടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. വചന പഠനത്തിൻ്റെ അഭിഷേകം നീ എനിക്ക് തരണമേ. എൻ്റെ ഭവനത്തിലെ എല്ലാവർക്കും കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.